തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു പുതിയ ടോപ്പിക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലമാണ്. അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും തിയറീസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക് ഇതാണ്: സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ തുടക്കത്തിലെ പറഞ്ഞു പോവാണ്. രണ്ട് ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ സ്ട്രെസ് അല്ലാതെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇനി വരാനുണ്ട്. അത് സെക്കൻഡ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ടെമ്പറേച്ചർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക് വരാനുണ്ട്. അതിന് മുമ്പാണ് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഈ ഹെഡിങ് മനസ്സിലാക്കണം. ഇതിന് ടെമ്പറേച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നോർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിംഗിൾ മെറ്റീരിയൽ, സെക്കൻഡ് വൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ. സിംഗിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ, അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീല്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിലൊരു മെറ്റീരിയൽ മാത്രമേ, ഒരു മെറ്റീരിയൽ വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന കേസിൽ വരുന്നത് ഒന്നിൽ അധികം മെറ്റീരിയൽ, ഇപ്പോൾ കോപ്പറും അലോയും ഒരുമിച്ചുള്ള ഒരു മെറ്റീരിയൽ വരികയാണ്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെയാണ് സെക്കൻഡ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഫസ്റ്റ് ടോപ്പിക് എന്നുള്ളത് സിംഗിൾ മെറ്റീരിയൽ, അതായത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതിൽ സിംഗിൾ മെറ്റീരിയൽ. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട നമുക്ക് വേണ്ട ഇക്വേഷൻസ് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രെസ് ആണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു P/A. ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണത് സ്ട്രെയിൻ ആണ്. ΔL/L. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. തേർഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഹൂക്സ് ലോ വെച്ചിട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫോർത്ത് വൺ ΔL ഈക്വൽ ടു PL/AE. ഈ ഇക്വേഷൻ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, ഞാനത് കാണിക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ല. ΔL എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളതാണ്. കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ, ΔL PL/AE. അപ്പോൾ ഒരു സിമ്പിൾ സ്ട്രെസ് സ്ട്രെയിൻ്റെ കേസിൽ, ഒരു സിംഗിൾ മെറ്റീരിയൽ വരുന്ന കേസിൽ ഇത്രയും ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഇക്വേഷൻസേ ഉള്ളൂ. ഈ 4 ഇക്വേഷനും തറവായിട്ട് അത് ഏത് കേസിനകത്ത് വരുന്ന എന്നുള്ളത് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത്രയും ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ ഇതിൽ നിന്ന് E ഈക്വൽ ടു F/E എഴുതാൻ പറ്റും, F ഈക്വൽ ടു E × E എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എല്ലാ കേസിലും P ഈക്വൽ ടു F × A എഴുതാൻ പറ്റും. അങ്ങനെ ഇതിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ് പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം, ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റീൽ റോഡ് ഓഫ് 25 mm diameter and 6000 mm length is subjected to an axial pull of 40 kN. Find intensity of stress, second strain, third one elongation of rod. Okay, then Young's modulus of elasticity is equal to 2 × 10⁵ Newton/mm² എന്നുള്ള ആൻസർ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടെത്തേണ്ടത് ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് ആണ്, സെക്കൻഡ് സ്ട്രെയിൻ, ഇലോങ്ങേഷൻ ഓഫ് റോഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. നോക്കാം, ഗിവൺ ഡാറ്റ, അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്ന ഡാറ്റാസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് തന്ന ഡാറ്റ സ്റ്റീൽ റോഡ് ഓഫ് 25 mm diameter, 25 mm diameter and length 6000 mm length. Axial pull of P is equal to 40 kN. അടുത്തത് ഫൈൻഡ് ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ, ഇലോങ്ങേഷൻ. നെക്സ്റ്റ് തന്ന ഡാറ്റ E is equal to 2 × 10⁵ Newton/mm². ഓക്കെ,
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നോർമൽ സ്ട്രെസ്സും സ്ട്രെയിനും മാത്രമല്ല പറയുന്നുള്ളൂ, വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നോക്കൂ, എക്സ്റ്റീൽ ലോഡ് ഓഫ് 25 ഡയമീറ്റർ 6000 mm ലെങ്ത്, സബ്ജക്ട് ആക്സിയൽ ലോഡ് ഓഫ് 40 kN. ഫൈൻഡ് ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ്. വെറും ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് എന്ന് പറയുള്ളൂ, ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നില്ല. ടെമ്പറേച്ചർ സ്ട്രെസ് ഇതിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്ട്രെയിൻ എല്ലാം കണ്ടോ, ടെമ്പറേച്ചർ സ്ട്രെയിൻ ഞാനൊന്നും പറയുന്നില്ല, ഇലാമിനേഷൻ ഓഫ് ഫ്ലൂയിഡ് എല്ലാം നോർമലായിട്ട് പറയുന്നുള്ളൂ. രണ്ടാമത് ഈ ക്വസ്റ്റ്യൻ അകത്തും എവിടെയും ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ എത്ര മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റീൽ റോഡ് ഓഫ്, കണ്ടോ, സ്റ്റീൽ റോഡ് ഓഫ് ഒരു മെറ്റീരിയൽ മാത്രമേ പറയുന്നുള്ളൂ, 25 ഡയമീറ്റർ. ആ സ്റ്റീൽ റോഡിന്റെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സ്റ്റീൽ റോഡ് ആൻഡ് കോപ്പർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നില്ല, രണ്ട് മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നില്ല, ഒരൊറ്റ മെറ്റീരിയലിനെ കുറിച്ച്, സിംഗിൾ മെറ്റീരിയലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു കേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് 1 സിംഗിൾ മെറ്റീരിയൽ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള ക്വസിഫിക്കേഷൻ വെച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, given data is equal to D is equal to 25 mm, L is equal to 6000 mm, P is equal to 40 kN. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കണ്ടോ mm, D mm ലാണ്, L mm ലാണ്, E എന്നുള്ളത് ന്യൂട്ടൺ പെർ mm. അപ്പൊ എല്ലാം മീറ്റർ വരുന്ന യൂണിറ്റ് വന്ന കേസിലെല്ലാം എല്ലാം mm ലാണ്. ഇവിടെ നോക്കൂ, P is equal to 40 kN, E is equal to 2 × 10⁵ ന്യൂട്ടൺ. ഇവിടെ കിലോ ന്യൂട്ടൺ നമ്മുടെ ന്യൂട്ടൺ ആണ്. അപ്പൊ ഒന്നെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ കിലോ ന്യൂട്ടൺ ന്യൂട്രണും രണ്ടും ഒരുമിച്ച് വരാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ വരാം, നമുക്കത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫോമിലോട്ട് മാറ്റണം എന്നുള്ളതാണ്. ഒന്നെങ്കിൽ പീനെ നമ്മൾ 40 കിലോ ന്യൂട്ടണായി കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈനെ ന്യൂട്ടണെ കിലോ ന്യൂട്ടൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പീനെ ന്യൂട്ടണായി കൺവേർട്ട് ചെയ്യാണ്. 40 × 1000 കിലോ ന്യൂട്ടനെ ന്യൂട്ടണാക്കാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1000 ന്യൂട്ടൺ, 40,000 ന്യൂട്ടൺ എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ്. ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ്, സ്ട്രെസ്സിന്റെ യൂണിറ്റ് എഫ് ആണ് ഫസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ എത്ര ഇക്വേഷൻസ് നോക്കാം. എഫ് ഈക്വൽ ടു നമ്മുടെ കയ്യിൽ ആ ഒരു ഇക്വേഷൻ നിലവിലുള്ളൂ, P/A. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് P/A. ഈ P എന്നുള്ള ഡാറ്റ അവൈലബിൾ ആണോ? P എന്നുള്ള ഡാറ്റ അവൈലബിൾ ആണ്. A അവൈലബിൾ ആണോ? ഏരിയ എന്നുള്ളത് B is equal to 40,000 ന്യൂട്ടൺ. ഏരിയ അവൈലബിൾ ആണോ? ഏരിയ അവൈലബിൾ അല്ല, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാൻ പറ്റും. A is equal to π/4 d², π/4 d എന്ന് പറഞ്ഞാൽ 25. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 490.87 mm² എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഈക്വൽ ടു P/A. P എന്ന് പറഞ്ഞാൽ 40,000 ന്യൂട്ടൺ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ 490.87 ന്യൂട്ടൺ. ദെൻ ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 81.5 ന്യൂട്ടൺ പെർ mm². ഇവിടെ നമുക്ക് F = P/A. P ക്വസ്റ്റ്യനിൽ തന്നതാണ് ഡയറക്റ്റ്. ഏരിയ കാണാൻ വേണ്ടി ഡയമീറ്റർ തന്നിട്ടുണ്ട്, π/4 d² ചെയ്തപ്പോൾ ഡയമീറ്റർ ലഭിച്ചു. ദെൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ P/A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കിട്ടിയ ആൻസർ 81.5 ന്യൂട്ടൺ പെർ mm². ദെൻ ന്യൂട്ടൺ പെർ m² എന്നുള്ളത് അതിന്റെ യൂണിറ്റ് ആണ്, അത് നമുക്ക് നേരത്തെ കൂട്ടി പഠിച്ചതാണ്. P ന്യൂട്ടൺ, ഏരിയ m², ന്യൂട്ടൺ പെർ mm², അതുപോലെ ചെയ്താൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി. 81.5 ന്യൂട്ടൺ പെർ m² ആൻസർ കിട്ടിയിട്ടുണ്ട്. അതാണ് മാറ്റി എഴുതിയിട്ടുണ്ട്, കാരണം ആ ആൻസർ നമുക്ക് ഇനിയുള്ള ആൻസറിന് ആവശ്യമായിട്ട് വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി, സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇ ആണ് കാണുന്നത്. ഓക്കെ, ഈ കണ്ടെത്താൻ പറ്റുമെന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ΔL/L, പ്രധാനപ്പെട്ട ഇക്വേഷൻ ΔL/L. അടുത്തൊരു ഇക്വേഷൻ ഉള്ളത് ഇയുമായി ബന്ധപ്പെട്ട് വരുന്നത് ക്യാപിറ്റൽ ഇ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു F/E, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു E. ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്ന ഡാറ്റാസിൽ അവൈലബിൾ ആണോ നോക്കാം. L തന്നിട്ടുണ്ട്, ഉണ്ടോ? തന്നിട്ടുണ്ട്. ΔL തന്നിട്ടുണ്ടോ? കോൺട്രാക്ഷൻ എത്ര, അല്ലെങ്കിൽ എന്താ പറയാ, റിഡക്ഷൻ എത്രയാ, എലോങ്ങേഷൻ എത്രയാ, അതൊന്നും ഇവിടെ കറക്റ്റ് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല.
അത് ശരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇലോങ്ങേഷൻ ഓഫ് റോഡ് കണ്ടോ, അത് അടുത്ത ഡെൽറ്റ എല്ല് അടുത്തായിട്ട് നമ്മൾ കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ കേസ് വരുന്ന സമയത്ത് ഫസ്റ്റ് എ കാണണം, എന്നിട്ട് ആ ഓർഡർ തന്നെ ബി കാണണം, സി കാണണം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിൽ കിട്ടാണ്ടാവും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നുള്ള പ്രത്യേകത. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം E = F/E. ഓക്കെ, അപ്പോ ഡെൽറ്റ L/L, ഡെൽറ്റ നമുക്ക് അറിയില്ല, എൽ അറിയാം. അപ്പൊ ഇതിൽ ഈ കാണും വേണം, ഈ ഡാറ്റ കിട്ടാതെ ചെയ്യാൻ പറ്റില്ല, അത് തന്നിട്ടില്ല, അത് ഞാൻ അടുത്തത് കാണേണ്ടതാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു ചോയ്സ് ഉള്ളത്, അടുത്ത ഒരു ഭാഗം എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ E = F/E എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ സ്ട്രെസ് നമുക്ക് അറിയാം, കാരണം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. അപ്പൊ സ്ട്രെസ് നമുക്കറിയാം, സ്ട്രെയിന് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, ഈ നമുക്കറിയാം, ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എഫും ഇയും അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മോൾ ഇ കാണാൻ പറ്റും. ഞാൻ ഈ ഇക്വേഷൻ മാറ്റിയാണ്, കാരണം ആവശ്യമില്ലാത്ത ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ മാറ്റി തരുന്നുണ്ട്. E = F/E. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? ഇ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഞാൻ ഇക്വേഷൻ മാറ്റിയതാണ്. ഇനെ സമത്തിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, അപ്പൊ അത് ഡൗൺവേർഡ് അത് അപ്വേർഡ് വരും. E = F/E. ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും, ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് വരും. F/E. സ്ട്രെസ് നമുക്കറിയാം 81.5. E നമുക്കറിയാം 2 × 10⁵ Nm². ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 40.-5. ഓക്കെ, 40.75 × 10⁻⁻5 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കിട്ടി, സ്ട്രെയിൻ കിട്ടി, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ലഭിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് സി, ഇലോങ്ങേഷൻ ഓഫ് റോഡ്. ഇലോങ്ങേഷൻ ഓഫ് റോഡ് പറഞ്ഞാൽ ഡെൽറ്റ എല്. ഓക്കെ, ഡെൽറ്റ എല് കാണാൻ ഇക്വേഷൻസ് കയ്യിലുണ്ടോ നോക്കാം. ഡെൽറ്റ എല് കാണാൻ ഉള്ള ചോയ്സ് പറഞ്ഞാൽ ഫസ്റ്റ് ഡെൽറ്റ എല് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ എന്നുള്ളത് PL/AE. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻസ്, PL/AE. ഓക്കെ, ഇതിൽ പി നമുക്കറിയാം, എല് നമുക്കറിയാം, കാരണം പി തന്നിട്ടുണ്ട് 40,000 ന്യൂട്ടൺ, എല് തന്നിട്ടുണ്ട് 6000 mm, എ നമ്മൾ നേരത്തെ കണ്ടെത്തി. ദെൻ ഇ എന്നുള്ളത് ഗിവൺ ഡാറ്റയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഇനി സ്ട്രെയിനിന്റെ ആൻസർ നേരത്തെ കിട്ടുന്നത് ഞാൻ മാറ്റി തരുന്നുണ്ട്. 40.75 × 10⁻⁻5. ഓക്കെ, അപ്പൊ PL/AE ഈ ഇക്വേഷൻ നോക്കാം. അതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷൻ എന്നുള്ളത് സ്ട്രെയിൻ = ഡെൽറ്റ/L. ഇതിൽ നമുക്ക് സ്ട്രെയിൻ അറിയാം, ഇപ്പോൾ ഗിവൺ ഡാറ്റയാണ്. എൽ എന്നുള്ളത് ഗിവൺ ഡാറ്റയാണ്, ഡെൽറ്റ എൽ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് വെച്ചാലും സെയിം ആൻസർ ആണ് ലഭിക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്ത് പോവാണ്. ഈ മറ്റുള്ളവർക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, P = 40,000 × L എന്ന് പറഞ്ഞാൽ 6,000, എന്ന് പറഞ്ഞാൽ 490.87 × E എന്ന് പറഞ്ഞാൽ 2 × 10⁵. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 2.445 mm. ഓക്കെ, യൂണിറ്റ് mm എന്നാണ്, സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഡെൽറ്റ L = 2.445 mm എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ്, സിമ്പിളായി പറഞ്ഞാൽ സ്ട്രെസ്, അതുപോലെ സ്ട്രെയിൻ, ഇലോങ്ങേഷൻ ഓഫ് റോഡ്. നമ്മൾ ഈ ഓർഡറിൽ തന്നെ ആൻസർ കണ്ടെത്തി പോവുക, ഫസ്റ്റത്തിന്റെ സെക്കൻഡ് തേർഡ് കണ്ടെത്തി പോവുക. ദെൻ അപ്പോൾ ഇതിൽ നിന്നൊരു ഹിന്ദി ഈ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ളത് ലഭിക്കും, ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇനി ഞാൻ വേണം എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്തൊരു ഇക്വേഷൻ പറഞ്ഞല്ലോ, അതുകൂടെ തന്നെ കൂടുതൽ ചെയ്ത് കാണിക്കാം. സ്ട്രെയിൻ = ഡെൽറ്റ/L. ഓക്കെ, നമ്മൾ ഡെൽറ്റ എൽ വേണം. നമ്മൾ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ മാറ്റി കഴിഞ്ഞാൽ E × L എന്ന് വരും. E എന്ന് പറഞ്ഞാൽ
40.75 into 10⁻⁻5 L എന്ന് പറഞ്ഞാൽ 6000. ഓക്കെ, സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 2.445 mm. 2.445 mm എന്നുള്ള ആൻസർ ലഭിക്കും. അത് രണ്ടും സെയിം ആണ്. ഇതിൽ ഏതെങ്കിലും ഒരേ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഞാനിത് രണ്ടും വെച്ച് ചെയ്യാം എന്ന് കാണിച്ചതാണ്. രണ്ടിനും സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മളിതിൽ സ്ട്രെസ് കണ്ടു, സ്ട്രെയിൻ കണ്ടു, ഇലക്ട്രിക് ഫ്ലോഡ് കണ്ടു. ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്.